മനച്ചേട്ടാ നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡ്ഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്കോ ഡിസ്നി വെഡ്ഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊക്കെ കൊടുത്തു. ഓ, കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരും. വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അല്ല, അയാളോട് പറഞ്ഞു ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ, ഇവിടെ എല്ലാം മൊത്തം അടിക്കാം. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കേറിക്കോ. നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. 2 കോഫി, 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി, 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നന്നു വിട്ടതാ കരയോത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാം? എന്തു പറഞ്ഞു? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ലെന്ന്. എന്റെ പൊന്നളിയ, എന്താളിയ, ഇത്ര അടക്കം ഒതുക്കുള്ളൊരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളിയ മടക്കി. താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണഭൂതനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകയളിയ ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഓ, ഇത് കഴിഞ്ഞില്ലേ? അയ്യോ, ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീരവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിലെ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞിട്ട് പോക്കോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നശിച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനറിയാ? മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല വെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീരക്കൊച്ച് അങ്ങനെ പോകത്തില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു വെക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിനവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. നീ എഴുന്നേക്കാവോ? പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ. എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ്ങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനും. എന്നാ ശരി.